മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. കളമശ്ശേരിയിൽ പൊതുദർശനം. ഖബറടക്കം നാളെ 10 മണിക്ക് ആലുവയിലെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ. വിടവാങ്ങിയത് MSFലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ലീഗിന്റെ സമുന്നതനായ നേതാവ്. പുനർജനിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനുമായി അവിശുദ്ധ ബന്ധമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. വിദേശയാത്രാ ചെലവ് വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ. വിദേശ പണം കൈകാര്യം ചെയ്തത് പ്രത്യേക അക്കൗണ്ടിൽ. പണം സ്വരൂപിച്ച ട്രസ്റ്റും ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കാത്തത് സംശയകരമെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെ. ഒറ്റഘട്ടമായെന്ന് സൂചന. കേരളത്തോടൊപ്പം തമിഴ്നാടും ബംഗാളും അസമും പുതുച്ചേരിയും ജനവിധി തേടും. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ CPM. 2 ടേം വ്യവസ്ഥ CPM-ഉം CPI-യും കർശനമാക്കില്ല. UDF-ൽ ലീഗിന് കൂടുതൽ സീറ്റ് നൽകിയേക്കും. NDA-യിൽ അധിക സീറ്റ് ആവശ്യപ്പെട്ട് BDJS. ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC. ചരിത്രത്തിൽ ആദ്യമായി ഒരു ദിവസത്തെ ആകെ വരുമാനം 13 കോടി രൂപ പിന്നിട്ടു. ഈ മാസം 5-ലെ കണക്കുകൾ പ്രകാരം നേടിയത് 13.01 കോടി രൂപ. ജീവനക്കാരെയും മാനേജ്മെന്റിനെയും അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തമിഴ്നാട്ടിലെ തിരുപ്പറം കുണ്ട്രത്തിന് മുകളിലുള്ള കൽസ്തംഭത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് അനുമതി. സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ശരിവെച്ചു. ദീപം കത്തിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന DMK സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കോടതി. വിജയ് ഹസാരെ ട്രോഫി ഏകദിനത്തിൽ പുതുച്ചേരിക്കെതിരെ കേരളത്തിന് 8 വിക്കറ്റ് ജയം. കേരളത്തിന്റെ വിഷ്ണു വിജയ്ക്ക് 84 പന്തിൽ നിന്ന് 162 റൺസ്. ISL-ൽ അനിശ്ചിതത്വം അവസാനിക്കുന്നു. 12ാം സീസൺ ഗോവയിൽ. മത്സരം അടുത്ത മാസം പകുതിയോടെ 3 വേദികളിൽ. I ലീഗ് കൊൽക്കത്തയിൽ.